പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇപ്പോൾ നാം എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. ഈ വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഏതെങ്കിലും മകനോ മകളോ ഇപ്പോൾ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ അത്ഭുത സാന്നിധ്യത്താൽ തകർന്നു പോകട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, 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 ഈ ദാസന്മാരുടെ മേൽ എഴുന്നള്ളി വരണമേ. എല്ലാവരും ഭക്തിയോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പറയണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറയണമേ പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഈ സമൂഹം മുഴുവന്റെ മേലും ദൈവാത്മാവിന്റെ വലിയ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ യേശു കർത്താവേ, ഇന്ന് വചനത്തിനായി അവിടുന്ന് ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാ ദാസിദാസന്മാരുടെ മേലും ഇപ്പോൾ ഉന്നതമായ അഭിഷേകം പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയവരും വലിയൊരു അഭിഷേകം പ്രാപിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം, വിടുതൽ പ്രാപിക്കാൻ തക്കവണ്ണം, വലിയ ആത്മീയ ഉത്കർഷം പ്രാപിക്കാൻ തക്കവണ്ണം ഇപ്പോൾ ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. തളർന്ന ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആത്മാവ്, മുറിവേറ്റതിനെ വെച്ചുകെട്ടുന്ന ആത്മാവ്, രോഗികളെ സുഖപ്പെടുത്തുന്ന ആത്മാവ്, അന്ധകാരമുള്ളതിനെ പ്രകാശിപ്പിക്കുന്ന ആത്മാവ്, അറപ്പുള്ളതിനെ കഴുകുന്ന ആത്മാവ്, തെറ്റായ വഴികളിലൂടെ നടക്കുന്നതിനെ നേർവഴിക്ക് തിരികെ കൊണ്ടുവരുന്ന ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആത്മാവ് ഇപ്പോൾ എല്ലാവരുടെ മേലും നിറയട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി 10,000ങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ദൈവമക്കളോട് ചേർന്ന് മകനെ മകളെ നീയും പ്രാർത്ഥിക്കുക, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഓരോ കുടുംബങ്ങളിലേക്ക് നിറയണമേ. ദൈവവചനത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധാത്മാവേ ഇപ്പോൾ തകർക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രവഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ നിറഞ്ഞു വ്യാപരിക്കണമേ. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം, അതിൽ 29-ാമത്തെ തിരുലിഖിതം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. ജെറമിയ 23:29. എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. ജെറമിയ 23:29. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ വചനം കൂടമാണ്. കർത്താവിന്റെ വചനം അഗ്നിയാണ്. കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്ന കർത്താവിന്റെ വചനദാസൻ കർത്താവിന്റെ കയ്യിലിരിക്കുന്ന കൂടമത്രേ. ഇത് ജെറമിയ പ്രവാചകനിലൂടെ ദൈവം ലോകത്തിന് നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലാണ്.
ജെറമിയായുടെ പുസ്തകത്തിൽ 51 അധ്യായത്തിൽ 20 തിരുലിഖിതം, ജെറമിയ 51:20, നീ എന്റെ കയ്യിലെ കൂടമാണ്, എന്റെ കയ്യിലെ ആയുധം. ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ കയ്യിലെ കൂടമാണ്. ദൈവം പ്രവാചകനിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ അടുത്ത കാലത്തായി അച്ഛൻ ചില വ്യക്തികളിൽ നിന്ന് ചില അഭിപ്രായങ്ങൾ കേൾക്കുകയുണ്ടായി. ആ വ്യക്തികളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങൾ അച്ഛന് ഒരു പുതിയ ബോധ്യം വെളിപ്പെടുത്തി തരികയാണ്. ആ വ്യക്തികളിലൂടെ ലഭിച്ച അഭിപ്രായം എങ്ങനെയാണ്? എന്തിനാണ് ഇത്രയും കർശനമായി വചനം പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ഇത്രയും തീവ്രമായി വചനം പറയുന്നത്? ദൈവവചനം പറയുമ്പോൾ എന്തിനാണ് ഇത്ര വികാരാവേശം? ദൈവവചനം ഇങ്ങനെ കഠിനമായ വചനങ്ങൾ പറയുന്നത് എന്തിനാണ്? ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, ഇതൊക്കെ പറഞ്ഞാ പോരെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അച്ഛൻ കർത്താവിനോട് ആലോചന ചോദിച്ച്, അപ്പോൾ കർത്താവ് അച്ഛന് നൽകിയ അതിശക്തമായ ഒരു ദൈവിക വെളിപ്പെടുത്തലുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 19 തിരുലിഖിതം. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ദൈവസന്നിധിയിൽ അവന് വിലയില്ലല്ലോ. ദൈവരാജ്യത്തിൽ അവൻ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അച്ഛൻ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയുണ്ട്. അവിടെ ചില സ്ഥലങ്ങളിൽ കഠിനമായ ദൈവത്തിന്റെ വളരെ ശക്തമായ വെളിപ്പെടുത്തലുകൾ പ്രഘോഷിക്കുന്നത് കേൾക്കാൻ ദൈവജനത്തിന് താല്പര്യമില്ല. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ 5-6 അധ്യായങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ വ്യഭിചാരത്തെക്കുറിച്ചും ജഡിക പാപത്തെക്കുറിച്ചും കുത്തഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചുമുള്ള താക്കീത് നൽകുന്ന വചനങ്ങൾ അവിടെ അവർക്ക് താല്പര്യമില്ല. അവിടെ ചില ദൈവദാസന്മാർ പോലും അങ്ങനെയുള്ള വചനങ്ങൾ ഇവിടെ പ്രഘോഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും എന്ന് മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് അതിന്റെ കാരണമെന്ന് അച്ഛൻ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞെങ്ങനെയാണ്? താക്കീതിന്റെ വചനങ്ങൾ ഇവിടെ വിളംബരം ചെയ്താൽ ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, വ്യഭിചാരം തെറ്റാണ്, സ്വർഗഭാവം തെറ്റാണ്, മദ്യപാനം തെറ്റാണ്, ഇങ്ങനെയുള്ള തിന്മകൾ നാശം വിളിച്ചു വരുത്തും. ഇങ്ങനെ ദൈവവചനം യാതൊരു കറയുമില്ലാതെ പ്രഘോഷിച്ചാൽ, വചനമായി പ്രഘോഷിച്ചാൽ ഇവിടെയുള്ള ആളുകൾക്ക് അത് അസംതൃപ്തി ഉണ്ടാക്കും. പിന്നെ ആളുകൾ പള്ളിയിൽ വരില്ല പോലും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ചില ചിന്താഗതികൾ അവരെ ഗ്രസിച്ചത് കൊണ്ട് അവിടെ ദൈവത്തിന്റെ താക്കീതിന്റെ വചനങ്ങൾ പ്രഘോഷിക്കുന്നില്ല. പകരം ദൈവസ്നേഹത്തിന്റെയും ദൈവത്തിന്റെ കരുണയുടെയും കാര്യങ്ങൾ ആണ് അവിടെ പ്രഘോഷിക്കപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസ്നേഹത്തിന്റെയും ദൈവിക കരുണയുടെയും വചനങ്ങൾ പോലെ തന്നെ താക്കീതിന്റെ വചനങ്ങളും എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ലിഖിതത്തിന്റെ ഭാഗങ്ങളാണ്. അതിനെ അവഗണിക്കാൻ ആർക്കും കഴിയുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, ദൈവം ഈ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഓരോ വചനങ്ങളും സൗഖ്യത്തിന്റെ വചനങ്ങളാണ്. ദൈവസ്നേഹത്തിന്റെയും ദൈവിക കരുണയുടെയും വചനങ്ങൾ മാത്രമേ സൗഖ്യത്തിന്റെ വചനങ്ങളുള്ളൂ, ആശ്വാസത്തിന്റെ വചനങ്ങളുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മുഴുവൻ വചനങ്ങളും ദൈവനിവേശിതമാണ്. അത് സൗഖ്യദായകങ്ങളാണ്. അതുവഴി വിടുതലുണ്ട്, അതുവഴി സൗഖ്യമുണ്ട്, അതുവഴി അത്ഭുതമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛൻ ഈ അടുത്ത കാലത്ത് UK-യിലുള്ള സാൽഫോർഡ് രൂപതയിലൂടെ മാഞ്ചസ്റ്റർ പ്രദേശത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. അവിടെ ഒരു അച്ഛന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വികാരിയച്ഛൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാതെ, യാതൊരു കോംപ്രമൈസും, ലോകത്തോട് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ എഴുതപ്പെട്ടിരിക്കുന്ന വചനം വെള്ളം ചേർക്കാതെ കൃത്യമായി പ്രഘോഷിക്കുന്ന ഒരു വൈദികനാണ്. ആ വൈദികൻ ദേവാലയത്തിൽ അബോർഷൻ തെറ്റാണെന്ന് യാതൊരു മടിയും കൂടാതെ ധൈര്യത്തോടെ ആ ഇംഗ്ലീഷ് ജനത്തോട് പ്രഘോഷിക്കുന്നു. അവിടെ സ്വർഗഭോഗം തെറ്റാണെന്ന് പ്രഘോഷിക്കുന്നു. അവിടെ വ്യഭിചാരം തെറ്റാണെന്ന് പ്രഘോഷിക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിനെതിരായ ജീവിത രീതി ദൈവം അംഗീകരിക്കുന്നില്ല, അത് തെറ്റാണ്, അത് തിരുത്തണമെന്ന് യാതൊരു മയവും കൂടാതെ ഈ അച്ഛൻ പ്രഘോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഞാൻ ആ ദേവാലയത്തിൽ കണ്ട കാഴ്ചയുണ്ട്. മറ്റ് ഇംഗ്ലീഷ് ദേവാലയങ്ങളിൽ 5 പേരും 2 പേരും 3 പേരും ആയിട്ട് ഇങ്ങനെ എണ്ണം ചുരുങ്ങി വരുമ്പോൾ, ജനത്തെ പ്രീതിപ്പെടുത്തുന്ന വചനങ്ങൾ പറയുന്ന ദേവാലയങ്ങളിൽ ജനത്തിന്റെ എണ്ണം കുറഞ്ഞ് ഏതാനും ചില വയസ്സന്മാരും വയസ്സികളും മാത്രം അവശേഷിക്കുമ്പോൾ, ഈ അച്ഛന്റെ പള്ളിയിൽ ജനം തിങ്ങി നിറഞ്ഞ് ഇപ്പോൾ അവിടുത്തെ ബലിപീഠം പോലും മാറ്റി പള്ളിയിൽ കൂടുതൽ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുകയാണ്. ജനം തിങ്ങിക്കൂടുകയാണ് ആ ദേവാലയത്തിലേക്ക്. UK-യിലുള്ള ഇംഗ്ലീഷ് ജനത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ അതിശക്തമായ ഒരു പ്രബോധനമുണ്ട്. ദൈവത്തിന്റെ വചനം വ്യക്തമായും ശക്തമായും പ്രഖ്യാപിച്ചാൽ ദൈവജനത്തിന് സൗഖ്യമുണ്ട്, ദൈവജനത്തിന് വിടുതലുണ്ട്, ദൈവജനത്തിന് ജീവനുണ്ട്. അവിടെ ദൈവജനം ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടും. അത് ഇംഗ്ലീഷ് നാട്ടിലാണെങ്കിലും മലയാള നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലഭേദ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ വചനം അത്ഭുതകരമായ ശക്തിയുള്ള വചനങ്ങളാണ്. അത് 1000 വർഷം മുമ്പെന്നതുപോലെ തന്നെ 1000 വർഷം ശേഷവും ഇന്നും എന്നും എപ്പോഴും ശക്തിയുള്ള വചനങ്ങളാണ്. ആകാശം മാറിപ്പോയാലും ഭൂതലങ്ങൾ മാറിപ്പോയാലും എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനത്തിന് വള്ളി പുള്ളി വ്യത്യാസം വരികയില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കാലഘട്ടം നോക്കി, കാലഘട്ടത്തിന്റെ ട്രെൻഡ് നോക്കി വചനത്തിന്റെ പ്രഘോഷണത്തിൽ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരെങ്കിലും ഒരു വ്യക്തി എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളിൽ ചിലത് അത് സാരമില്ല, അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഇങ്ങനെയുള്ള ചിന്തകൾ വെച്ച് മുമ്പോട്ട് പോയാൽ, യോഹന്നാന്റെ ലേഖനത്തിൽ 2-ാമത്തെ ലേഖനത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പ്രകാരം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവം ഇല്ല. ക്രിസ്തുവിന്റെ എല്ലാ വചനങ്ങളും പ്രധാനപ്പെട്ടതാണ്. യോഹന്നാന്റെ 2-ാം ലേഖനത്തിൽ 9-ാമത്തെ വാക്യം, അതിന് അധ്യായങ്ങളില്ല, ഒരൊറ്റ അധ്യായം മാത്രമേ ഉള്ളൂ. അതിൽ 9-ാമത്തെ വാക്യം, 2 യോഹന്നാൻ 9-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു പറഞ്ഞിട്ടുള്ള എല്ലാ വചനങ്ങളെയും നാം ദൈവവചനങ്ങളായി തന്നെ സ്വീകരിക്കണം. ഹല്ലേലൂയ. ചില വചനങ്ങൾ, കരുണയുടെയും സ്നേഹത്തിന്റെയും വചനങ്ങള് ദൈവികമായിട്ടും താക്കീതിന്റെ വചനങ്ങളെ സാരമില്ലെന്നും വിചാരിക്കരുത്. അത് തെറ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 18ഉം 19ഉം വാക്യങ്ങൾ, ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ അവന്റെ മേൽ അയക്കപ്പെടും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയും. എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളിൽ മാറ്റം വരുത്തരുത്. കോംപ്രമൈസ് ഇല്ലാതെ വ്യക്തമായും സ്ഫുടമായും ശക്തമായും എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ പ്രഘോഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ജെറമിയായുടെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ ദൈവം ഈ കാര്യത്തെക്കുറിച്ച് ദൈവമക്കളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രബോധനം 23-28 നാം വായിക്കുന്നു. എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പിനും തമ്മിൽ എന്ത് പൊരുത്തം! പതിരിനും ഗോതമ്പിനും തമ്മിൽ എന്ത് പൊരുത്തം! ലോകത്തിന്റെ പ്രവണതകൾക്കും നിത്യജീവന്റെ വചനത്തിനും തമ്മിൽ എന്ത് പൊരുത്തം! ലോകത്തിന്റെ പ്രവണതകൾ വരും പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ടിരിക്കുന്ന നിത്യജീവന്റെ വചനങ്ങളെ അവഗണിക്കരുത്. അത് താക്കീതിന്റെ വചനങ്ങളും അനുഗ്രഹത്തിന്റെ വചനങ്ങളും എല്ലാം ദൈവനിവേശിതം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്തിനു വേണ്ടിയാണ് ദൈവം കർക്കശമായ വചനങ്ങൾ, എന്തിനു വേണ്ടിയാണ് ദൈവം താക്കീതിന്റെ വചനങ്ങൾ, ഭീഷണിയുടെ വചനങ്ങൾ ബൈബിളിൽ നൽകിയിട്ടുള്ളത്? അതിനെക്കുറിച്ച് അച്ഛൻ ചിന്തിച്ചപ്പോൾ വിലാപത്തിന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ഒരു വെളിപാട് ലഭിച്ചു. വിലാപത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം, അതിൽ 14-ാമത്തെ തിരുലിഖിതം, വിലാപം 2:14. നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറനീക്കി കാണിച്ചില്ല. അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു. എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ജെറൂസലം ഒരു കാലത്ത് വലിയ പ്രതാപത്തോടും വലിയ പ്രൗഢിയോടും കൂടെ നിലകൊള്ളുന്ന മഹത്വമേറിയ വലിയ പ്രതാപത്തിന്റെ ഒരു പട്ടണമായിരുന്നു.
അവിടെ ദൈവം തന്നെ പ്രവാചകന്മാരെ അയച്ച്. എന്നാൽ ദൈവത്തിന്റെ പ്രവാചകന്മാർ അവരുടെ തെറ്റ് അവരുടെ മുഖത്ത് നോക്കി ഇത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല. അതിന് പകരം ഇത് സാരമില്ല, നമ്മൾ മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോൾ ഇത്തിരി മനുഷ്യന്റെ സ്വഭാവം ഉണ്ടാവും, ഇതിങ്ങനെ കഠിനമായി പറയണ്ട എന്നവർ ചിന്തിച്ചു. ഒരുപക്ഷെ പ്രവാചകന്മാർ ചിന്തിച്ചതിന്റെ പിന്നിലുള്ള പശ്ചാത്തലം എങ്ങനെയായിരിക്കാം? ഈ ജനത്തോട് ഇങ്ങനെ കഠിനമായി പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് കുറ്റബോധം ഉണ്ടാകുമായിരിക്കും, ഒരുപക്ഷെ അവർക്ക് മനസ്സിൽ വലിയ ടെൻഷൻ ആകുമായിരിക്കും. എന്തിനാണ് ഈ ജനത്തെ കുറ്റബോധം പിടിപ്പിക്കുന്നത്, എന്തിനാണ് ഈ മനുഷ്യർ ടെൻഷൻ പിടിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത ഒരുപക്ഷെ അവരെ ഗ്രസിച്ചിരിക്കാം. എന്തായാലും ആ പ്രവാചകന്മാർ വ്യക്തമായും ശക്തമായും ദൈവത്തിന്റെ താക്കീത് ദൈവജനത്തെ അറിയിച്ചില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ജനം മുഴുവൻ, ആ പട്ടണം മുഴുവൻ തകർന്ന് തരിപ്പണമായി, ചാരക്കൂമ്പാരമായി, കൽക്കൂനയായി മാറ്റപ്പെട്ട്, തകർന്ന് തരിപ്പണമായി കിടക്കുന്ന, ചാരക്കൂമ്പാരമായി കിടക്കുന്ന, കൽക്കൂനയായി കിടക്കുന്ന ജെറൂസലം പട്ടണത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ പട്ടണത്തിന്റെ തകർച്ചയുടെ കാരണം എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ ജനത്തിന്റെ പാപമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം ആ പ്രദേശത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരത്രേ. എന്താ പ്രവാചകന്മാർ ചെയ്ത തെറ്റ്? അവർ ജനത്തിന്റെ അകൃത്യങ്ങളുടെ മറ നീക്കി കാണിച്ചില്ല. എന്തിനു വേണ്ടിയാണ് ജനത്തിന്റെ അകൃത്യങ്ങളുടെ മറ നീക്കി കാണിക്കേണ്ടത്? അതിന്റെ കാരണം ഇതാണ്: ദൈവം തന്റെ ജനത്തിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി തന്റെ ജനത്തിന്റെ അരികിലേക്ക് വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ദൈവത്തിന്റെ ഒരു ദാസനെ, ദൈവത്തിന്റെ ഒരു പ്രവാചകനയക്കും. ആ പ്രവാചകൻ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ, യാതൊരു കോംപ്രമൈസിംഗ് ആറ്റിറ്റ്യൂഡും ഇല്ലാതെ സ്ഫുടമായും വ്യക്തമായും ജനത്തിന്റെ അകൃത്യങ്ങളുടെ മറ നീക്കി താക്കീതിന്റെ വചനങ്ങൾ പ്രഘോഷിക്കണം. എന്നാൽ ജെറുസലം പട്ടണത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ ചെയ്തില്ല. ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ വചനങ്ങൾ പറഞ്ഞാൽ അവർക്ക് കുറ്റബോധം ഉണ്ടാവും, ഈ വചനങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു വചനവും ഒരു വ്യക്തിയെയും തകർക്കുകയില്ല. വചനം രക്ഷിക്കുന്ന വചനങ്ങളാണ്, വചനം സൗഖ്യം നൽകുന്ന വചനങ്ങളാണ്. അത് താക്കീതിന്റെ വചനങ്ങളാണെങ്കിലും, അത് ഭീഷണിയുടെ വചനങ്ങളാണെങ്കിലും, അത് ദൈവജനത്തിന്റെ അകൃത്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വചനങ്ങളാണെങ്കിലും, അത് സൗഖ്യത്തിന്റെ വചനങ്ങളാണ്. അതാണ് വിലാപത്തിന്റെ പുസ്തകം 2:14. നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ ദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറന്നീക്കി കാണിച്ചില്ല. അപ്പോൾ താക്കീതിന്റെ വചനങ്ങൾ അകൃത്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തൽ നൽകുന്ന വെളിപ്പെടുത്തലിന്റെ വചനങ്ങൾ ജനത്തിന് കുറ്റബോധം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ജനത്തിന് ഭാരം ഉണ്ടാക്കുന്നതല്ല, ജനത്തിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിന്റെ ആഗമനത്തിന്റെ വിളംബരമത്രേ. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തുറക്കാം. ദൈവമേ, ഈ വിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന മുഴുവൻ വചനങ്ങളും ഞങ്ങളുടെ തെറ്റുതിരുത്തലിനും ശാസനത്തിനും നീതിയുള്ള പരിശീലനത്തിനും വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളതാണെന്ന ബോധ്യത്തോടുകൂടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ വചനങ്ങളെയും ദൈവനിവേശിതങ്ങളായി സ്വീകരിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ദൈവവചനം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അതിനെ സ്വീകരിക്കാനും യാതൊരു കോംപ്രമൈസും കൂടാതെ, ലോകത്തോട് കോംപ്രമൈസ് ഇല്ലാതെ വചനം അതുപടി സ്വീകരിച്ച്, അതുപടി ജീവിച്ച്, അതുവഴി പ്രഘോഷിച്ച് ദൈവമഹത്വത്തിന്റെ വഴിയിലൂടെ നടക്കാനും ഞങ്ങളെയും സഭയെയും ലോകത്തെയും അനുഗ്രഹിക്കണമേ. എല്ലാവരും കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്ന് ഏതാനും നിമിഷങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഉന്നതമായ ആത്മാവിനെ വർഷിക്കണമേ. ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തൽ വഴി ജനത്തിന്റെ അകൃത്യങ്ങളുടെ മറന്നീക്കി കാണിക്കുന്ന പ്രവാചകന്മാരെ അയച്ച് ആഗതമാകുന്ന തകർച്ചകളിൽ നിന്ന് ദേശത്തെയും ജനത്തെയും സഭയെയും സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഗോത്രങ്ങളെയും വംശങ്ങളെയും വിടിവിക്കുന്ന അനേകം പ്രവാചകന്മാരെ ഓ കർത്താവെ ഈ കാലഘട്ടത്തിൽ ലോകത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. ഞാനെന്റെ നാഥനെ കാണുന്നിതാ, എത്ര മനോഹരമീ നിമിഷം. ശോഭയേറും ലില്ലിപ്പൂവായി
എന്നാത്മവാടിയിൽ അവൻ വിരിഞ്ഞു. നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വലിയ അഭിഷേകം പ്രവഹിക്കട്ടെ. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് കണ്ണുകളടച്ച്, വചനമേ എന്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണമേ. എല്ലാ മക്കളും കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. വചനമേ എന്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. എല്ലാ കുടുംബങ്ങളിലേക്കും വചനാഭിഷേകം ലഭിക്കട്ടെ. വചനമേ എന്റെ മിഴികളിൽ കർത്താവേ വഴിവിളക്കായി തെളിയണേ. ഓരോ ശരീരങ്ങളിലും വചനശക്തിയാൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. വചനമേ എന്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി എപ്പോൾ ഈശോയെ ആരാധിക്കട്ടെ. വലിയ സൗഖ്യങ്ങൾ കുടുംബങ്ങളിലേക്ക് പ്രവഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്താൽ സൗഖ്യം ഇന്ന് വരെ പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വചനങ്ങളുടെ അത്ഭുത ശക്തി കുടുംബങ്ങളിൽ നിറയട്ടെ കർത്താവേ. കുടുംബങ്ങളിൽ വചനശക്തിയാൽ അന്ധകാര കോട്ടകൾ തകരട്ടെ. കുടുംബങ്ങളിൽ വചനശക്തിയാൽ ദുർബോധങ്ങൾ കൂട്ടത്തോടെ ഓടി പറയട്ടെ. വചനശക്തിയാൽ കുടുംബങ്ങളിൽ നിന്നുള്ള ജീർണതകൾ, കലഹങ്ങൾ, ഭിന്നതകൾ, വിഭാഗീയതകൾ, ശത്രുത, കൊലപാതക ഭാവന, എതിർ ചിന്തകൾ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, എല്ലാ എതിർ കോട്ടകളും എതിർ ശക്തികളും അന്ധകാര സേനകളും യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്ന് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ അലട്ടുന്ന രോഗങ്ങൾ, ബാലികാ ബാലന്മാർ, വിദ്യാർത്ഥിനികൾ, യുവകാക്കന്മാർ ഇവരെ അലട്ടുകയും ഭാരപ്പെടുത്തുന്ന പാപത്തിന്റെയും രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും നിരാശയുടെയും മനപ്രയാസത്തിന്റെയും സങ്കടത്തിന്റെയും കെട്ടുകളെ യേശുവിന്റെ വചനമയച്ച് വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനമേ ഭവനങ്ങളിലേക്ക് നിറയണമേ. വചനമേ എന്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. വചനമേ എന്റെ മിഴികളിൽ വഴിവിളക്കായി തെളിയണേ. വഴിവിളക്കായി തെളിയണേ. എൻ്റെ പേര് ലിസി. ഞാൻ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. എനിക്ക് 6 മാസം മുമ്പ് ശക്തമായ നടുവേദന ഉണ്ടായിരുന്നു. ഡോക്ടറുടെ അടുത്ത് നിന്ന് പരിശോധിച്ചപ്പോൾ അതിന് എൻ്റെ യൂട്രസിനകത്ത് ഒരു മുഴയാണെന്ന് പറഞ്ഞു. ഞാൻ ശാലോം ടെലിവിഷനിലൂടെ അച്ഛന്റെ പ്രാർത്ഥന എപ്പോഴും കാണാറുണ്ടായിരുന്നു. അഭിഷേക് പ്രോഗ്രാം ആണോ? അതെ. ശരി. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ഇത് ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്ത് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി മാസാദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു. എനിക്കിത് മാറ്റി തന്നാൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പ്രാർത്ഥിച്ചു. ഡിസംബർ മാസത്തിൽ ഞാനിവിടെ മാസാദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരു സഹോദരി ഇങ്ങനെ മുഴ മാറിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ എനിക്ക് വിശ്വാസമായില്ലായിരുന്നു. ഇങ്ങനെ എനിക്ക് തന്നെ ആണോ എന്ന് വിശ്വാസമായില്ല. വീണ്ടും ഞാൻ പോയി ഡോക്ടറെ കണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, മോളുടെ യൂട്രസ് ഒരു കുഴപ്പമില്ല, നോർമലായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ. നേരത്തെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ യൂട്രസിലുള്ള മുഴയും അതിനെ തുടർന്ന് ഓപ്പറേഷന്റെ കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്നാൽ ഈ സഹോദരി പ്രാർത്ഥിക്കുകയും ഡിസംബറിൽ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്ന് കർത്താവിനെ വിളിക്കുകയും ചെയ്തു. അതിനുശേഷം തിരിച്ചു നിന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ യൂട്രസിനുണ്ടായിരുന്ന മുഴ കാണാനില്ല, ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. നല്ല സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോന്നു. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് കർത്താവിനെ വാഴ്ത്തപ്പെടുത്താം ആഹ്ലാദത്തോടെ, വലിയ സന്തോഷത്തോടെ.
അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. സന്തോഷിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ.